എനിക്ക് ആ സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. എന്താ ദയനീയമായിട്ട് നമ്മൾ നോക്കാന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ആ അവസ്ഥയിൽ വരെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര പക്ഷെ എനിക്കറിയില്ല ഇപ്പോഴും അത് എന്താ പറയണ്ടേന്ന്. നിങ്ങളൊക്കെ നോക്കും നേരെ എന്നെ വണ്ടിയിൽ കയറ്റി ഞാൻ അങ്ങനെ ഇരുന്ന് പോകുന്നുള്ളത്. ഇപ്പൊ ഷായേട്ടൻ്റെ ആ ഒരു ധൈര്യത്തിന് ഞാൻ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ വായോട്ടാ. ഞാനുണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല. അപ്പൊ അതായത് ഒരു 10 ദിവസമായിട്ട് കേട്ടാ. അപ്പോ ഷാഹിന്റെ പെങ്ങളുടെ മകനും ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ പിന്നെ അവരെടുത്തായിരുന്നു ഒരാഴ്ച. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ഒക്കെ ആയി വീട്ടിലെത്തിയ പിറ്റേ ദിവസം കേട്ടാ. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായ ഒരു കാര്യം. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴേ നമ്മുടെ കോഴിക്കൂട് നോക്കിയാൽ നമ്മുടെ കോഴിക്കൂട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു 12 ടർക്കി, അതുപോലെ വാത്ത്, താറാവ്, കോഴികളൊക്കെ ആയിട്ട് എപ്പോഴും തിക്കും തിരക്കും ബഹളമായിട്ട് നിന്നിരുന്നത് നമ്മുടെ കോഴിക്കൂടാട്ടോ. അപ്പൊ ഈ ഒരു അവസ്ഥയിലായിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നില്ല. ആ ഒരു അവസ്ഥ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ കോഴിക്കൂട്ടിലേക്ക് നോക്കുമ്പോ തന്നെ. അപ്പൊ അതായത് നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ ഈ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടർക്കികൾ ശരിക്കും നമ്മളോട് സംസാരിക്കണ പോലെയാ. എനിക്ക് അവരോട് സംസാരിക്കാം, അവര് തിരിച്ചെനിക്ക് മറുപടി തരും. അത്രയും അടുപ്പായിരുന്നു ഞാൻ എൻ്റെ ടർക്കികളായിട്ട്. പക്ഷെ നമ്മൾ അന്ന് രാവിലെ എണീറ്റിട്ട് നോക്കിയപ്പോഴേ നമ്മുടെ 12 ടർക്കികൾക്കും എന്താ പറ്റുന്ന അറിയില്ല. എല്ലാവരും കടിച്ച് ചീന്തി ഇങ്ങനെ ആകിട്ടിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ആ സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. അതില് ചെറിയ ജീവനുള്ള ടർക്കി പോലും ഞാൻ അവിടെ അടുത്തേക്ക് ചെന്നപ്പോഴേ ദയനീയമായിട്ട് നമ്മൾ നോക്കാന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ആ അവസ്ഥയിൽ വരെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര വിഷമായി. എന്താ പറയണ്ടെന്നൊന്നും എനിക്ക് അറിയാനില്ല. ഞാൻ ആ ഭാഗം ഒന്ന് വീഡിയോ പിടിക്കുക പോലും ചെയ്തില്ല. കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അതും കൂടി ആയപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാനായിട്ട് കുറച്ചും കൂടി വൈകിയത്. പക്ഷെ എനിക്കറിയില്ല ഇപ്പോഴും അത് എന്താ പറയണ്ടേന്ന്. കാരണം 2 ദിവസമായിട്ട് എനിക്ക് എന്താ പറയാ, ഞങ്ങൾ ഫുൾ യാത്രയിലായിരുന്നു ഞാൻ. കാരണം ഷായേട്ടൻ വീട്ടിലിരുത്തിയിരുന്നില്ല എന്നെ. കോഴിക്കോട്ടിലേക്ക് ഞാൻ ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നില്ല, ഇങ്ങോട്ട് വന്നിരുന്നില്ല. രാവിലെ എണീക്കും ഷായേട്ടൻ ഇവരെ കാര്യങ്ങളൊക്കെ, ഷായേട്ടൻ കൂട്ടിൽ കുറച്ച് പേരുണ്ടല്ലോ അവരെ കാര്യങ്ങളൊക്കെ നോക്കും. നേരെ എന്നെ വണ്ടിയിൽ കയറ്റി വെറുതെ രാത്രി എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നത്. കാരണം അത്രയും ഒരു മാനസികമായിട്ട് ഇങ്ങനെ എന്താ പറയാ എനിക്കറിയില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ അറിയില്ല, ഷായേട്ടനോട് ഒത്തിരി നന്ദി. കാരണം എനിക്ക് ഷായേട്ടനെ അറിയായിരുന്നു എന്നുണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് പോകുന്നുള്ളത്. ഇപ്പൊ ഷായേട്ടൻ്റെ ആ ഒരു ധൈര്യത്തിന് ഞാൻ വീണ്ടും ഇന്നിപ്പോ ഈ വീഡിയോ ഇടാനായിട്ട് ഇവിടെ നിൽക്കാനായിട്ടുള്ള ഒരു ധൈര്യം തന്നത് ഷായേട്ടനാ. കാരണം എനിക്ക് പറ്റണില്ല ഇപ്പോഴും ഇങ്ങോട്ട് നോക്കുമ്പോ. അത്രയും ഒരവസ്ഥയാണ് നമ്മുടെ വീട്ടിലിപ്പോ. അങ്ങനൊരു എനിക്ക് പറയാ ഒരു ഭയങ്കര ഒരു ദുരിതം തന്നെ തോന്നും എനിക്ക് അങ്ങോട്ട് നോക്കിയാ എത്ര രസമായിരുന്നു നമ്മുടെ ഈ കൂടിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇവർക്ക് ആദ്യം കുറുക്കന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മുടെ കോഴികൾ കുറച്ച് പേര് ചത്തിട്ടുള്ളത്. അന്ന് നമ്മള് ഇത് ഈ പ്ലാസ്റ്റിക് വല തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മള് ഇരുമ്പിന്റെ ഗ്രില്ല് അടിക്കണം എന്ന് വെച്ചു. അപ്പൊ ആ ടൈമില് അന്ന് ഗ്രില്ല് അടിക്കാൻ വിളിച്ച ടൈമിൽ എന്ന് പറഞ്ഞ ആൾക്ക് മഴയാണ്, ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് ഇവിടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ പാഷൻ ഫ്രൂട്ട് പടർന്നു, നിറച്ച് കായ ഉണ്ടായി തുടങ്ങി. അപ്പൊ പിന്നെ അത് കഴിയട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ നിന്നു. പിന്നീട് ഈ കുറുക്കനൊക്കെയും അവിടെ അപ്പുറത്തെ ഒരു പറമ്പുണ്ട്, വലിയ പറമ്പ്, അവിടെയാണ് നിറച്ച് കുറുക്കന്മാര് കാണുക. അപ്പൊ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇപ്പൊ കുറുക്കനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ നമുക്ക് ശരി മഴ തുടങ്ങിയാൽ ഒരു കൊട എടുക്കട്ടെ കേട്ടാ. അപ്പൊ അങ്ങനെ കുറുക്കന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും പിന്നെ ആ ചേച്ചി പറഞ്ഞു ഇപ്പൊ കുറുക്കനൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സമാധാനമായി. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു ആ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കോഴിക്കൂടിന്റെ പണി തുടങ്ങാന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടുട്ടാ. നമ്മൾ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ട് നിറച്ച് ഫാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് ഈ കോഴിക്കൂടുമ്പോ. അങ്ങനെ എന്താ പറയാ നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യും, എന്നിവരെ ഒരു കോഴിക്കൂട്ടിലേക്ക് വൈകിട്ട് ഞാനും ഷായേട്ടനും കൂടി ആട്ടി കയറ്റാറുണ്ട്. ഇപ്പൊ ആശുപത്രിയിലൊക്കെ നിൽക്കേണ്ട ടൈമായപ്പോ നമ്മൾ പിന്നെ ഇവരെ കയറ്റാണ്ടായി. പിന്നെ നമുക്കൊരു ധൈര്യം ഇപ്പൊ കുറുക്കന്മാരൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാനും ഷായേട്ടനോട് പറഞ്ഞു, ഷായേട്ടൻ ഒറ്റയ്ക്ക് ഇനിയിപ്പോ വൈകിട്ട് പോയിട്ട് ഇവരെ ഇങ്ങോട്ട് ആട്ടി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല കൂട്ടുകാരൻ, അവര് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാനും ഷായേട്ടനും കൂടിയിട്ടാണ് കയറ്റാറ്. അപ്പൊ പിന്നെ അത് വേണ്ട ഷായേട്ട, അവരവിടെ നിന്നോട്ടെ എന്ന് ഞാനും പറഞ്ഞു. പക്ഷെ ഒരാഴ്ച കുഴപ്പമുണ്ടായില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന്റെ പിറ്റേ ദിവസമാണ് നമുക്ക് ഇതേപോലെ സംഭവിച്ചത്. ഇത് സംഭവിച്ചപ്പോ എന്നിട്ടാണെങ്കിലേ നമ്മുടെ ഈ കോഴിക്കോടിന്റെ ചുറ്റിരിക്കുന്ന ചട്ടികൾക്കോ അല്ലെങ്കിൽ ഈ നെറ്റിനോ ഒന്നും ഒരു കംപ്ലൈന്റ് ഇല്ല. ആ അറ്റത്തെ ഒരു ഭാഗത്ത് മാത്രം ഒരു തുണ്ട് ഇങ്ങനെ ഓട്ടയിട്ടുണ്ട്, ഇങ്ങനെ തള്ളിയിട്ട് തുറന്നിട്ടുള്ള ആ ഒരു രീതി അത്രമാത്രം. പക്ഷെ ഇവരെല്ലാവരും കൊന്നിട്ടു. അപ്പൊ നമുക്ക് വിഷമം, കാരണം നമ്മുടെ ഭാഗത്തുനിന്നും ചെറിയ തെറ്റുണ്ടായല്ലോ, അവരെ കൂട്ടി കയറ്റിയിരുന്നല്ലേ. അപ്പൊ നമുക്ക് വരാൻ വെച്ചതായിരിക്കും. അങ്ങനെ
ടർക്കികൾ പോയി. അങ്ങനെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അത് ഏത് അവസ്ഥയിലും എങ്ങനെ പറയേണ്ടതെന്നൊന്നും. അങ്ങനെ ഒരു മാനസികമായിട്ട് തളർന്നു പോയിട്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ വീഡിയോ ഇടാനായിട്ട് വൈകിയത്. അപ്പൊ ഞാൻ എന്തായാലും നമ്മളെ ഹോസ്പിറ്റലിലേക്ക് പോണേക്കാളും മുന്നേ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇടാനായിട്ട് വിചാരിച്ച വീഡിയോയിൽ ആ വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, അതിന്റെ കൂടെ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ നല്ല മഴയാണ്, നമ്മുടെ റോഡിലൊക്കെ നിറച്ച് വെള്ളമായിട്ടുണ്ട് മഴ പെയ്തിട്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇതിനെ വളർത്തിയിട്ട് ലാഭം ഉണ്ടോന്ന്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇവരെ വളർത്തണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടത്തിന് വേണ്ടി വളർത്തണതാണ്. അപ്പോൾ നമുക്കിതിൽ ഒരിക്കലും ഇവരെ നോക്കിയിട്ട് നമുക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എങ്ങനെയാണെങ്കിൽ ഒരു 10 മുട്ട ഒരു ദിവസം കിട്ടിയ ഒരാഴ്ചയുടെ തീറ്റ വരെ കഴിയും. കാരണം ഒരു മുട്ടയുടെ പൈസ എന്ന് പറയുന്നത് 45 രൂപയാണ്. നമ്മുടെ ടർക്കികളെ നമുക്കറിയാം, അവരെല്ലാം കഴിക്കും. ഇന്നതൊന്നും കൂടി ഇല്ല, നമ്മൾ പറമ്പേ പോയി അവർക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ് നമ്മൾ പോകേണ്ടത് താമസമുള്ളൂ. അവർക്ക് അത്ര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ നഷ്ടമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഴക്കാലം ഇപ്പൊ നമ്മൾ മുട്ടയായിട്ടാണ് കൊടുക്കുന്നത് അവിടെ. മറ്റേതല്ലെങ്കിൽ എന്താ പറയാ വിരിയിച്ചിട്ടൊക്കെ മേടിക്കണമെങ്കിൽ അതിനും കൂടുതൽ പൈസ കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് നഷ്ടമില്ല, നമുക്കൊരു സന്തോഷം ഈ ബാക്കിൽ വരുമ്പോൾ. അത് മാത്രമായിരുന്നു നമ്മൾ ഇവരിൽ നിന്നിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ടർക്കി ചാത്തന്മാരൊക്കെ 12 കിലോ ഉണ്ടാവും. അതേപോലെ പെടകള് 8-9 കിലോന്റെ അവിടേക്ക് വരും ചെയ്യൂട്ടാ. അപ്പൊ അങ്ങനെ നല്ല വെയിറ്റ് ഉള്ളതൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയാ നമ്മുടെ തെറ്റുണ്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് എന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങള്. എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ മുന്നേ ഹോസ്പിറ്റലിലൊക്കെ പോണേക്കാളും മുന്നേ പിടിച്ച വീഡിയോ ഉണ്ടല്ലോ, അതായിട്ട് ഞാൻ ഇടാം. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ ഇവരുടെ ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും പുതിയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ക്ലിപ്പ് എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുള്ളതാണ് ഇട്ടത്. നിങ്ങൾക്ക് തരാട്ടോ. എന്തൊരു നിശബ്ദതയെന്ന് അറിയൂ. കാരണം അവർക്കറിയാം ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുള്ളത്. പിന്നെ മഴയൊക്കെ പെയ്ത് ഞാൻ പറഞ്ഞല്ലോ റോഡിലൊക്കെ നിറച്ച് വെള്ളമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ അവിടെ പെട്ടെന്ന് വെള്ളം കയറുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല മഴ ആണെങ്കിലും കൂടിയിട്ട് പെയ്യണ സമയത്ത് നല്ല ശക്തിയിൽ മഴ പെയ്താലും പിന്നെ കുറച്ച് നേരത്തേക്ക് നല്ല തോർച്ചയുള്ള കാരണം വെള്ളം പെട്ടെന്ന് തന്നെ നമുക്ക് റോട്ടിൽ നിന്ന് പോകണുണ്ട് കേട്ടാ. നമ്മുടെ തോടും അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞാൽ മാത്രമാണ് ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുള്ളൂ. ഇന്ന് രാവിലെ തന്നെ കുറച്ച് തിരക്കുള്ള പണിയാട്ടാ. അപ്പം അതായത് ഇന്ന് ഞാൻ മോനെ രണ്ടാമത്തെ മകൻ നിൽക്കണത് ഇപ്പോൾ ഒരു വീട് എടുത്തിട്ട് അവരൊരു 5-6 കുട്ടികൾ കൂടി ഒരുമിച്ചൊരു വീടൊക്കെ എടുത്ത് എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. പഠിത്തത്തിൻ്റെ ഭാഗമായിട്ടായിട്ട് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരവിടെ തന്നെ വെച്ച് കഴിക്കുക. പക്ഷേ നോൺ വെജ് അവർക്ക് വെച്ച് അങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മ വരുമ്പോൾ ചിക്കനും ബീഫൊക്കെ കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണം. അപ്പോൾ നോക്കിയേ, ഞാൻ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫാണ്, ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കണം. പിന്നെ ഇതിൽ ഒരു കുട്ടിയാണെങ്കിൽ നോൺ വെജ് കഴിക്കില്ല. അപ്പോൾ അവന് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണം. അങ്ങനെ കുറച്ച് പണികളൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത് കേട്ടോ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാചകം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലല്ല, താഴെയുള്ള അടുക്കളയിലല്ല. ഞാൻ പറഞ്ഞല്ലോ വർക്ക് ഏരിയയിൽ ചെറിയ പണി നടക്കണ കാര്യം. അപ്പോൾ അത് ഇത്തിരി സ്ലോവിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ വർക്ക് ഏരിയയിലാണ് ഒരു മേശയും അതുപോലെ ഗ്യാസ് അടുപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പാചകം ഫുള്ള് അങ്ങനെ ഞങ്ങളുടെ വീഡിയോയിലേ പകർത്താനായിട്ട് അതിനുള്ള സൗകര്യം ഇത്തിരി കുറവ് പോലെ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഈ പാചകങ്ങളൊക്കെ പിന്നീട് ഒരു വീഡിയോയിലേക്ക് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇതെന്താ പറയുമോ, ഞാൻ പറഞ്ഞല്ലേ ഒരു കുട്ടി നോൺ വെജ് കഴിക്കാത്ത കുട്ടി ഉണ്ടെന്ന്. അപ്പോൾ അവന് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ചില്ലി ഗോപി ഉണ്ടാക്കിയിട്ടുള്ള കേട്ടത്. പിന്നെ ഇത് നമ്മുടെ ബീഫ് ഞാൻ മുന്നിൽ കാട്ടി തന്നില്ലേ, ബീഫ്. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി കൊണ്ടുപോകണ്ട അവർക്ക്. പിന്നെ ഇത് നമ്മുടെ ബിരിയാണി കേട്ടാ. പിന്നെ നമ്മുടെ എന്താ പറയുക
നമ്മുടെ ചിക്കൻ ഞാൻ മുന്നിൽ കാട്ടി തന്നില്ലേ, ചിക്കൻ. പിന്നെ ഇത് മത്തങ്ങയും പയറും കായൊക്കെ കൂടിയിട്ടുള്ള ഒരു എലിശ്ശേരി ആട്ടത് വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പണി സ്ഥലത്തെ ചേച്ചി മുടക്കാണ്. അപ്പോൾ അവരുടെ ഒരു കറിയും കൂടി എനിക്ക് ഇന്ന് വെക്കേണ്ട വന്നു. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ മക്കളുടെ അടുത്തേക്ക് പോവാണല്ലോ. അപ്പം എനിക്ക് തോന്നി കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊണ്ടുപോകാൻ വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാ. ഇത് അധിക വലിപ്പമൊന്നുമില്ലാത്ത ഒരു പൂവൻ്റെ കൊലയാട്ടാ. ഇതാകുമ്പോൾ അവർക്ക് കൊണ്ടുപോയാൽ കുഴപ്പമില്ല, അധികം നാശമാവാണ്ട് പതുക്കെ പഴുത്ത് കഴിക്കാൻ പറ്റും. അപ്പം ഞാനാണെങ്കിൽ വെട്ടുകൊത്തി എടുക്കാൻ വിട്ടുപോയി. പക്ഷെ നമുക്ക് കത്തി മതി, ഇതിങ്ങോട്ട് ചാച്ച് കഴിഞ്ഞാൽ പതുക്കെ അങ്ങോട്ട് കിട്ടും. കണ്ട നല്ലൊരു കൊലയാ. ഇനി നമുക്കേ വഴുതനങ്ങ പൊട്ടിച്ചെടുക്കാം. നമ്മുടെ പുതിയ കടയമ്പത്ത കേട്ടോ. നമ്മുടെ ഈ വഴുതനങ്ങ തൈ നമ്മളിത് വെക്കുന്നത് തൊട്ട് ഇതുമ്മേ എന്താ പറയുക ചാണം വെച്ച് കൊടുക്കണത്, അതേപോലെ പൂ വിട്ടു എന്ന് പറയണത് ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയേ കണ്ടാ, ഒക്കെ താഴ്ത്തുന്നുണ്ടാവണേ വഴുതനങ്ങ. പിന്നെ നമുക്കറിയാം വേഗം ഉണ്ടാവണ ഒരാളാണ്, പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാ കടയും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒക്കെ താഴ്ത്തുണ്ടായി നോക്കണേന്ന് മാത്രം കണ്ടാ. അപ്പോൾ കുറച്ചുണ്ട്, അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് മുറിച്ചെടുക്കട്ടെ. അത്യാവശ്യം നീളമുള്ള കണ്ട നില മുട്ടിയിട്ടേ മണ്ണായിരിക്കും, കഴുകിയിട്ട് വേണം കൊണ്ടുപോകണമെങ്കിൽ. അപ്പം നമ്മൾ നോക്കിയാൽ ഇത്രയും വഴുതനങ്ങ പൊട്ടിച്ചെടുത്തിട്ട് കേട്ടാ. നമ്മുടെ വഴുതനങ്ങയുടെ എണ്ണം കൂടിയിട്ടാണ് ഞാൻ പഴയ കടകളിൽ നിന്നിരുന്നു, അതുമത്തുള്ളതും കൂടി ഒരു 5-6 കൂടി പൊട്ടിച്ചിട്ട് വിട്ടതില്ലേ. ഇനി നോക്കി നമ്മുടെ പപ്പായയുടെ, പിന്നെ പപ്പായ നല്ല പാക ഇതും കൊണ്ടുപോണ്ട് അവർക്ക് അന്ന് ജ്യൂസ് അടിക്കാമല്ലോ. ഒരെണ്ണൂടും പൊട്ടിച്ച് വയ്ക്കാം, അവർക്കത് 2 ദിവസം കഴിഞ്ഞാലും അവർക്ക് ചെത്തി കഴിക്കാമല്ലോ. ഇനി നമുക്ക് കുറച്ച് മാങ്ങ പൊട്ടിച്ചെടുക്കണം. മാങ്ങ നമ്മൾ അന്നൊക്കെ പൊട്ടിച്ചിട്ട് താഴെ നിൽക്കുന്നത് കുറവാണ്, എങ്കിലും നോക്കിയിട്ട് പറ്റണത് ഉള്ളത് പൊട്ടിച്ചെടുക്കണം. എൻ്റെ തലയിലേക്ക് വീണാന്ന് പറഞ്ഞു. ഇത് തലയിൽ വീണെങ്കിൽ ഒരു സൈഡ് എന്തെങ്കിലും ഒരു എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത വേദന വന്നേന്.
അപ്പോൾ നോക്കിയേ, കുറച്ച് അങ്ങനെ മാങ്ങ പൊട്ടിക്കലും കഴിഞ്ഞു. ഇനിയിപ്പോൾ വഴുതിനെങ്കിലും പൊട്ടിച്ചു. ഇനി എന്തൊരു പപ്പായ, ഇനിയിപ്പോൾ നമ്മുടെ കൊള്ളും കൂടി പറിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേഗം പോവാൻ നോക്കാം. കൊള്ളി പിന്നെ നമുക്ക് ഇഷ്ടം പോലെയാണല്ലോ. മാങ്ങ പൊട്ടിക്കാനായിട്ടേ കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. കാരണം ഒന്നാമത് നമ്മൾ അന്ന് പൊട്ടിച്ചത് താഴത്തുള്ളതൊക്കെ ഒരു ഇത് പൊട്ടിച്ചുല്ലോ. പിന്നെ ഇപ്പോൾ പൊട്ടിക്കാൻ വന്നപ്പോൾ കുറച്ച് മുകളിലായി പോയി. അത് കാരണം അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞേനെ എല്ലാം. കൊള്ളി ഈ പുറത്തേക്ക് നിൽക്കണ ആളെ പറിക്കാം. ഇവിടെ നക്കുണ്ട് പറിക്കാനായിട്ട്. നല്ല കൊള്ളിയാട്ടാ. അപ്പൊ നോക്കിയേ, നല്ല കൊള്ളിയാട്ടാ. ഞാൻ കൂടുതൽ പറിക്കണില്ല, ഇപ്പം തന്നെ അത് അത്യാവശ്യമുണ്ട്. കണ്ടാ, ഞാൻ എന്താ പറയുക, വെട്ടുവത്തി കൊണ്ടുവരാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊള്ളി പീസാക്കി തിരിച്ചു കൊണ്ടുപോകണില്ല. ഇതിന് കുറച്ച് ഭാഗം നിർത്തും. അപ്പം അങ്ങനെ ആകുമ്പോൾ കൊള്ളി കേടാവാതിരിക്കേ. മറ്റേ വെട്ടുകത്തിയെടുക്കാൻ കാരണം ഇപ്പം ഈ ഒരു ബുദ്ധിമുട്ട്. ചൊക്കെ ചുറ്റി പടഞ്ഞിട്ടേ ഈ മഴക്കാലം അവർക്ക് വളർച്ച കൂടുമല്ലോ. ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുപോയാൽ അവർക്കത് ഇടയ്ക്ക് പുഴുങ്ങേ ഒക്കെ ചെയ്യാം. ചെയ്ത് അങ്ങനെ ശീലമുള്ള കുട്ടികളൊന്നും അല്ല കേട്ടോ. എല്ലാവരും പുതിയതായിട്ട് ഇപ്പോൾ പതുക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അവർ. നോക്കിയേ, എന്താ പിന്നെ നമ്മുടെ ഈ കൊള്ളി എന്ന് പറയുന്നത് 6 മാസ കൊള്ളി കേട്ടാ. കൊള്ളിത്തറി വെച്ച് 6 മാസം നമുക്ക് പറിക്കാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ഇപ്പോൾ ഇവിടെ കഴുകാനൊന്നും പറ്റില്ല, നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടിനെ കഴുകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കായക്കൊല കൊണ്ട് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പറമ്പിൽ നിന്ന് നമുക്ക് പൊട്ടിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെയും പെട്ടെന്ന് നാശമാവണതല്ല. മാങ്ങ മാത്രം നാളെയൊക്കെ ആയിട്ട് തിന്ന് തീർക്കേണ്ട, ഒരു നാളെ മറ്റേതായിട്ട്. കാരണം ഒക്കെ ചനിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അവർ പറഞ്ഞു ഒരുമിച്ചൊക്കെ കൊണ്ടുവരണ്ട, കുറച്ച് മാങ്ങ മതിയിട്ടമ്മേന്ന്. അവർ പപ്പായയിലും ജ്യൂസ് അടിക്കാം. വഴുതിനെങ്കിൽ പിന്നെ 2-3 ദിവസമൊക്കെ ഇരിക്കും. കൊള്ളി ഇരിക്കും കേട്ടോ. കൊള്ളി ഒരാഴ്ചയൊക്കെ ഇരിക്കും. ഇത് മെന്നിരിക്കും. ഇതുമ്പോൾ ഇങ്ങനെ വെട്ടി വയ്ക്കാതിരുന്നാൽ മതി, ഉപയോഗിക്കാൻ പറ്റും. പഴം ഇത്തിരി ദിവസം കഴിക്കാം അവർക്ക്. പഴുത്തേക്ക് വരുമ്പോഴേക്കും ഇതൊക്കെ കഴിയുമ്പോഴേക്കും പഴം പഴുക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോവാം നമുക്ക്. ഞാൻ നമ്മുടെ അർബാനങ്ങൾ എടുക്കട്ടെ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. പക്ഷേ ഉണ്ടല്ലോ, ഇവിടെ മഴ പെയ്തിട്ട് ഈ വെള്ളമൊക്കെ നിൽക്കുന്ന കാരണേ നമ്മുടെ അർബാന തള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് താഴ്ന്നുണ്ട് മണ്ണിൽ. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തി. ഞാനേ അതിന് മുന്നേ ആയിട്ടുണ്ടല്ലോ ഒരു സാധനം കാട്ടിയതാട്ടാ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയത് തന്നെയാണ്. അത് ഇപ്പോൾ ഇതിലും കൂടി ഞാൻ കാണിക്കാം. വായോട്ടാ. നമ്മുടെ
നീലക്കോളാമ്പി. ഇതിനെ കാക്കപ്പൂ എന്നും പറയുന്ന അത്രയും പൂവിനെ. അപ്പം ഞാൻ കാണിക്കുന്ന ടൈമിൽ ഇതും ഇത്ര പൂവുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു നിറച്ച് മുട്ടുകളായിരുന്നു. ഇപ്പം നോക്കിയേ, കണ്ടാ നിറച്ച് പൂവാട്ടാ. അതെ, ഇതാണ് കണ്ടാ പൂ കാണണ്ട, നല്ല ഭംഗിയാ. അതെ, ഇതാണ് കേട്ടോ മുട്ട്, കണ്ടാ ഇതേപോലെ ഇരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നോക്കിയപ്പോഴേ ചുറ്റും പൂ വിരിഞ്ഞുണ്ട്, കണ്ടാ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് കാട്ടിത്തരണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാട്ടിത്തരാന്ന് വെച്ചേ. ഇതാ റൗണ്ടടിച്ച് പോവാ ഇതേപോലെ. നല്ല ഭംഗിയായിട്ടാ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് നല്ലതാ. അപ്പം നമ്മൾ പോവാണ് കേട്ടാ. നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ മുന്നേ തന്നെ അപ്പം തന്നെ പറിച്ചോളം നട്ടേ. കൊള്ളിയൊക്കെ വേഗം വണ്ടിയുടെ ബാക്കിലേക്ക് തന്നെ ഒതുക്കി വെച്ചു. നമ്മൾ മോൻ്റെ അടുത്തേക്ക് പോയിട്ട് വരുന്ന വഴിയായിട്ടാ. അപ്പം മോൻ്റെ അവിടെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും പിടിച്ചില്ല. നമ്മുടെ അവിടെ ക്യാമറ പാടില്ല. പിന്നെ അത് മാത്രമല്ല, മക്കൾക്കാണെങ്കിൽ ക്യാമറയിൽ നിന്നൊക്കെ വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത കാരണം അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പിടിച്ചില്ല. അപ്പം നമ്മൾ വരും വഴിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വാഴക്കന്നൽ ഇങ്ങനെ കൂട്ടിയിട്ട് കണ്ടപ്പോഴേ ഒന്ന് മേടിക്കാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇവിടെ ഉള്ളത് നേന്ത്രം, അതേപോലെ റോബസ്റ്റ്, പൂവൻ, പിന്നെ നമ്മുടെ വീട്ടിലത്തില്ലേ എന്നിട്ട് പറയാ സാധാരണ എന്നിട്ട് പഴശായിട്ടത് പറയാം പാഴംകുട അങ്ങനെയുള്ള കന്നുകളൊക്കെയാണ് ഉള്ളത്. അപ്പം നമ്മൾ റോബസ്റ്റിൻ്റെയും അതേപോലെ നമ്മുടെ എന്താ പറയുക നേന്ത്രവാഴയുടെയും അങ്ങനെ 1-2 മോഡലുകളുടെ ഒക്കെ മേടിച്ചിട്ട് പോകണമെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷായേട്ടൻ അപ്പളേ നല്ല കന്നുകളൊക്കെ നോക്കി തിരഞ്ഞെടുക്കാന്ന് വെച്ചിട്ട് ഷായേട്ടൻ എന്താ എടുത്തോടെ നോക്കുന്നുണ്ട് കേട്ടാ. ഷായിട്ട് ഈ സ്ഥലം ശരിക്കൊന്നും കൂടി നമ്മുടെ കറുകുറ്റി അഡൽട്സ് കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ വാഴക്കന്ന് കിട്ടുന്ന സ്ഥലം. അപ്പോൾ ആരും ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഇവിടേക്കൊന്ന് കയറി പോക്കോ, ഇഷ്ടം പോലെ കന്നുകളുണ്ട്. നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി പോകുന്നത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് കയറിയിട്ടാ ഒരു കാപ്പിയും ഒരു കട്ട്ലേറ്റും എടുത്തിട്ട് കഴിക്കാനായിട്ട്. ഷായിട്ട് കാപ്പി എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ആ ശരി തന്നെയാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടാ.